അപ്പൊ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്രോഫിറ്റ് എനിക്ക് കിട്ടുന്നത്. ഈ ഈവിളൈ നസർ അല്ലെങ്കിൽ ഈ കണ്ണ് കിട്ടുക എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് റിയൽ ആണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ പോകുന്നത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയാ ഞങ്ങൾ എന്തും. ഇതാണ് നമ്മൾ ഹൈപ്പ് എടുത്തുകൊണ്ട് വന്ന ഫിഷ് കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പൊ ഉച്ചക്ക് 1 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാനും എന്റെ വീട്ടുകാരെല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്ന് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഡേ ആണ് കേട്ടോ. കാരണം ഭയങ്കര ഒരു അച്ചീവ്മെന്റ് പോലത്തെ ഒരു സംഭവം ഇന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് എല്ലാരും കൊണ്ട് ഇന്ന് ഫുഡ് കഴിക്കാൻ പോയേക്കാണ്. മമ്മിക്കോ അറിയൂ റെഡി? അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ എപ്പോഴും ടൗണിൽ പോകുമ്പോ ഒരു അടിപൊളി സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കാം. അവിടുന്ന് ഇന്ന് ഫിഷും കൂട്ടി നമുക്ക് ഫുഡ് അടിക്കാം. ഇത് ഈ പറഞ്ഞായിട്ട് ഇപ്പൊ കൊതി കൊണ്ടൊന്ന് പോയി നോക്കാൻ നോക്കുക. ഞാൻ ഈയിടെയായിട്ട് ഭയങ്കര ഫിഷ് കൊതിയനായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലല്ലോ കാര്യം എന്താണെന്ന്. വേറെ ഒന്നുമല്ല, ഞാൻ എനിക്ക് ട്രേഡിങ്ങിലൂടെ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എനിക്ക് കിട്ടി കേട്ടോ. ഞാൻ കുറച്ചാളായല്ലോ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്രോഫിറ്റ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ കിളി അങ്ങ് പോയി. വെളുപ്പിന് ഒരു 4:30 കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ പ്രോഫിറ്റ്, ഇത്ര ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ്, എനിക്ക് ഇതൊക്കെ ഭയങ്കര ഹ്യൂജ് ആയിട്ടാ എന്ന് എനിക്കൊരു പ്രോഫിറ്റ് കിട്ടി. അപ്പൊ വീട്ടുകാരുടെയൊക്കെ റിയാക്ഷൻ കാണാമായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ ക്യാമറ കൊണ്ട് എടുത്തില്ല തന്നെ. അടിപൊളിയായിരുന്നു. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞപ്പോ അമ്മ എന്ത് വിചാരിച്ചത്? ഞാൻ വിശ്വസിച്ചൊന്നുമില്ല. ഞാനോർത്ത് വെറുതെ പറഞ്ഞതായിരിക്കും. പിന്നെ അത് കാണിച്ചപ്പോഴാണ് അപ്പൊ ഇങ്ങനെ ചെയ്തെടുക്കാം എന്ന് മനസ്സിലായത്. അച്ഛനും തോന്നി ഈ കാശൊക്കെ കിട്ടുമോന്നാണ് ഇപ്പൊ സംശയം. ഇത് ചുമ്മാ അടിച്ച് കാണിക്കാനെന്ന് എങ്ങനെ അറിയാം? അങ്ങനെ ആൾക്കാർ തിരക്കി വരും. എന്തിന് കാശൊക്കെ കിട്ടിയില്ല അന്ന് ഇത് ഇവിടെ അത് LIC ചെയ്ത് അത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വരും. അതൊക്കെ നോർമൽ അല്ലേ? അതങ്ങനെ. അണ്ണൻ തോന്നിയാണ് ഇങ്ങനെയും സമ്പാദിക്കാം. അപ്പൊ ഗൈസ് അടിപൊളിയായിരുന്നു, ഒന്നും പറയണ്ട. അപ്പൊ അതിന്റെ ഇതിലാണ് ഞങ്ങളെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്നത്. അതന്നെ, അതിന്റെ ആ ഒരു അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എത്ര രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയെന്നായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നത്, അല്ല വിചാരിക്കുന്നത്. അപ്പൊ ഗൈസ് ഞാൻ ഉള്ളവര് പറയാം ഗൈസ്, സിമ്പിൾ ആണ്, ഒന്നുമില്ല. അമ്മ ഇവിടുന്ന് പറയണ്ടെന്നൊക്കെ പറയുന്നു ഗൈസ്. ഇവിടുന്ന് ആണ് അമ്മ, അത് കുഴപ്പമില്ല. നമ്മുടെ ഒരു അച്ചീവ്മെന്റ് നമ്മളിങ്ങനെ പറയുന്നതല്ലേ, അതുകൊണ്ട് അങ്ങനെയല്ല കേട്ടാ. അമ്മയുടെ ഒരു വിശ്വാസപ്രകാരം നമുക്ക് നമ്മുടെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊന്നും നമ്മളിങ്ങനെ അധികം വെളിപ്പെടുത്തരുത്. കാരണം അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് കണ്ണ് കിട്ടും, അല്ലെങ്കിൽ ദൃഷ്ടിദോഷം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അന്നെ പറയണ്ടല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ശരിക്കും ഉയർന്നൊക്കെ ഒരു എന്താണ് താഴ്ചയിൽ നിന്ന് ഇങ്ങനെ കയറി വരിക. അങ്ങനെയല്ല, നിന്റെ ഞാൻ ഇടക്ക് വെച്ചിട്ട് ഇത്തിരി ഒന്ന് ഡൗൺ അടിച്ചത്. കാരണം നമ്മുടെ ലൈഫിൽ എപ്പോഴും അപ്സും ഡൗൺസും ഒക്കെ കാണൂല. അപ്പൊ ഞാൻ ഡൗൺ അടിച്ചൊരു സമയത്ത് ഇപ്പൊ സെറ്റായി വരുക. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കം ഉണ്ടാവും, ഇറക്കം ഉണ്ട്, ഒരു കയറ്റം ഉണ്ട്, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അല്ലാതെ നിന്റെ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞ നിന്റെ ഫാമിലിയാണ്, നീ എല്ലാം പറയാം, അത് കറക്റ്റ് അല്ല. അത് ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞത്. നമ്മൾ പറയണം കുറെയൊക്കെ, നമ്മള് എല്ലാം പറയരുത്, നല്ലതും ആൾക്കാർ. എന്നാലും എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്നാലും എനിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എനിക്ക് പ്രോഫിറ്റ് കിട്ടി ഗൈസ്. ഓക്കെ, അത് നിങ്ങളത് ഇപ്പൊ മനസ്സിലാക്കുക. ഓക്കെ, അത്യാവശ്യം നല്ല എമൗണ്ട് ആയിട്ടാ, അല്ലാണ്ട് ഈ 1000, 2000, 1 ലക്ഷം, 2 ലക്ഷം അങ്ങനെയല്ല, നല്ല എമൗണ്ട് ആണ് എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ശരിക്കും അറിയണമെങ്കിൽ ഈ വീഡിയോ താഴത്ത് കമന്റ് ചെയ്യുക എത്രയാണ്, എന്താണ്, അല്ലെങ്കിൽ എത്രയാണ് പ്രോഫിറ്റ് കിട്ടിയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം, അല്ലെങ്കിൽ ഗസ് ചെയ്യാമെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യും. അങ്ങനെ എനിക്ക് കറക്റ്റ് എത്ര എമൗണ്ട് കിട്ടിയെന്ന് താഴത്ത് ഗസ് ചെയ്ത് കമന്റ് ഇടുന്നവർക്ക് ഞാൻ എന്തായാലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്തെങ്കിലും ഞാൻ തരുന്നതാണ്. ഓക്കെ, അത് ഞാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ പറയാം. പിന്നെ അമ്മയുടെ ഒരു വിശ്വാസമാണ്, അമ്മയുടെ ഒരു ആഗ്രഹം, കാരണം നമ്മൾ പറയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാലും എനിക്ക് പറയണമെന്നൊക്കെ ഉണ്ട്. എന്നാലും ഗൈസ് ഇത്ര ഒരു ഐഡിയ പറഞ്ഞല്ലോ, ഇനി നിങ്ങൾ ഗസ് ചെയ്യും, എന്നിട്ട് താഴത്ത് കമന്റ് ചെയ്യും. ആണ് ഒരു ബ്ലാക്ക് ഐ എന്ന് പറയുന്ന ഒരു സാധനം. ബ്ലാക്ക് അല്ല, ഈവിളൈ എന്തോ ആയിക്കോട്ടെ, എന്റെ ഒരു ഇത് പ്രകാരം. പക്ഷെ അത് സത്യമാണ്. കാരണം നമ്മുടെ ലൈഫിൽ അത് ഇങ്ങനെ വന്നു പോയി, നമ്മളത് തരണം ചെയ്ത് അതിനുള്ള ഇത് ചെയ്ത് തരണം ചെയ്ത് പോയതാ. അപ്പൊ നമുക്കൊരു സമയം ഉണ്ടായിരുന്നു, അത് കറക്റ്റ് ആയിരുന്നു. പരീക്ഷിച്ച് ഞാൻ കുറെ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കിയതാ, അത് സത്യമായിരുന്നു. അത് പടിപടിയായിട്ട് അതിനുള്ള ഇത് ചെയ്തിട്ടാണ്. വേറൊന്നും അല്ല, നമ്മുടെ വിശ്വാസപ്രകാരം, ഹിന്ദു ആണെന്നുള്ള ആ ഒരു വിശ്വാസപ്രകാരം. നമുക്ക് ജാതി മതമൊന്നും ഇല്ല മമ്മിക്ക്. അല്ല, അങ്ങനെയല്ല. ഏത് ജാതിയില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുള്ളൂ. മറ്റുള്ളവരുടെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ അന്ധവിശ്വാസമല്ല, പക്ഷെ കുറെ വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട്. ലോകം തന്നെ ഒരു ഫെയ്ത്തിന്റെ ഇതിൽ അപ്പൊ കുറച്ചൊക്കെ ഉള്ളത് നെഗറ്റീവായും ഇന്നത്തെ
ഗൈസ് ഇതൊക്കെ അന്ധവിശ്വാസം ആയിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷെ ചിലപ്പോൾ ഇതൊക്കെ ഒരു എനർജീസിന്റെ കളിയായിരിക്കും കേട്ടാ. നമ്മൾ മൊത്തം ഒരു എനർജി, നമ്മൾ തന്നെ ഒരു എനർജി അല്ലേ, അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ആയിരിക്കും. എനിക്കറിയത്തില്ല ഈ സംഭവം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്. എന്നാലും അവരോട് തന്നെ ചോദിക്കും, കാരണം അതൊക്കെ അനുഭവമുള്ള ആൾക്കാർ കാണും. ഗൈസ് അപ്പൊ എനിക്ക് സത്യം പറയാല്ല, എനിക്ക് ഇതിലൊന്നും വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാളാണ്. എന്നാലും എനിക്ക് എനർജീസും അങ്ങനത്തെ കാര്യം ഞാൻ വേറെ രീതിക്കാണ് ചിന്തിക്കുന്നത്. അല്ലാണ്ട് ഈ അന്ധവിശ്വാസം, ദൈവം, അത് ഇത് പ്രേതം അങ്ങനത്തെ സാധനമൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയുന്നത് ഈ ഈവിളൈ നസർ അല്ലെങ്കിൽ ഈ കണ്ണ് കിട്ടുക എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് റിയൽ ആണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ അത് നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അതുള്ളതാണ് എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണം പ്ലീസ്, കേട്ടാ. അപ്പൊ അത് തന്നെ എന്താ വെച്ചാ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം, അത്രേ ഉള്ളൂ. അതല്ല, നമുക്ക് നമ്മുടെ ലൈഫിൽ വരുമ്പോ നമ്മളാർക്കും അറിഞ്ഞോണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ആരും തന്നെ നമ്മുടെ വീട്ടിൽ. അതിൽ 100% നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷെ അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് ഇതിൽ നിന്നേ വരാൻ വഴിയുള്ളൂ, വേറെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടായിരിക്കാം. അച്ഛന്റെ വിശ്വാസം ഉണ്ടാച്ചാ? എനിക്ക് വിശ്വാസം ഇല്ലെന്ന് ഞാൻ പറയല്ല, എന്നാലും ഓവർ വിശ്വാസം അച്ഛന്റെ വിശ്വാസം വന്നു തുടങ്ങിയാമോ? പിന്നല്ല, ഇതൊക്കെ പറയും ഭയങ്കര അന്ധവിശ്വാസിയാണെന്നൊക്കെ. പക്ഷേ എന്നിട്ട് പാത്തിരുന്ന അമ്പലത്തിൽ പോയി ഒന്ന് പോകുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയാ ഞങ്ങൾ എന്തിനും അമ്പലത്തിൽ പോയിട്ടുള്ള. ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇന്ന് വരെ പോയിട്ടില്ല. അമ്പലത്തിൽ പോയി എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ മുന്നിലൊരു തടസ്സം വരരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കരുത്. ഒരു അസുഖമാണേലും വന്നാൽ ഞങ്ങൾക്ക് പേടിയാ. അത് നമ്മളെ കൂടി ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഉള്ളു. ഇതാണ് അമ്മയുടെ ഒരു വിഷൻ. ഇനി ഞാൻ എൻ്റെ ഒരു വിഷൻ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നു അതേ നടക്കത്തുള്ളൂ. ഇപ്പം നമുക്കൊരു പ്രശ്നം വരുമോ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രശ്നം നമ്മൾ അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ലക്കിയാണ് നമ്മൾ അടിപൊളിയാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ അടിപൊളി നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. അപ്പം നമ്മൾ എന്തിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതായിരിക്കും നടക്കാൻ പോകുന്നത്. നല്ല കാര്യം ഫോക്കസ് ചെയ്താൽ നല്ല നടക്കും. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ രണ്ട് സാധനങ്ങൾ കാണും, നെഗറ്റീവായിട്ട് നടക്കാം, പോസിറ്റീവായിട്ട് നടക്കാം. പക്ഷെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. ഒരിടയില് എപ്പോഴെന്ന് പറയുന്നില്ല, ഒരു ടൈമില് നിനക്ക് നെഗറ്റീവ് അല്ലായിരുന്നു നമുക്ക്? ആണ്, എനിക്ക് വൺ നെഗറ്റീവ് ആയിരുന്നു. ഞാൻ പറഞ്ഞ നെഗറ്റീവ് ആയിരുന്നു, അതായിരുന്നു ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. കുറച്ചല്ലേ ആയുള്ള അതിൽ നിന്ന് കരകയറാൻ തുടങ്ങി. അതെ, അത് സത്യമാണ്. ഈ കുറച്ചിടെ ആയിട്ടുള്ള ഭയങ്കര ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തിട്ട് സത്യമായിരുന്നു. അത് അമ്മ പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ അമ്മ പറഞ്ഞ മറ്റേ ഇതായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ വൺ നെഗറ്റീവ് ആയിരുന്നു ഈ കുറച്ച് ആളുകൊണ്ട്. പക്ഷെ ഇപ്പൊ നമ്മള് വൺ ലക്കി ആൻഡ് പോസിറ്റീവായ എന്റെ പവറുകൾ തിരിച്ചു വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പൊ ഗൈസ്, നമ്മളെന്തായാലും ഇന്ന് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ നമ്മൾ അങ്ങ് ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കാളാഞ്ചി ഫിഷ് അമ്മ കഴിച്ചിട്ടുണ്ടോ? അടിപൊളി. എനിക്ക് പറഞ്ഞു ഇവൻ വിളിച്ചപ്പോഴേ ഞാൻ സുജേഷിനോട് പറയണ നമുക്ക് പോയി മീൻ കഴിക്കാം. വേറൊന്നും വേണ്ട, നമുക്ക് ഇവൻ പറയണ മീൻ എന്താണെന്നൊന്നും അറിയണമല്ലോ. ഗൈസ് അടിപൊളിയാണ് കേട്ടെ. കാളാഞ്ചി പൊതുവെ ടേസ്റ്റിയാണ്. പക്ഷെ നമ്മുടെ ആലപ്പിയിൽ എന്തുവാണ്, കളക്ട്രേറ്റിന്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട് കേട്ടോ. ഞാൻ പണ്ടോട്ടേ വന്ന് കഴിക്കുന്നതാണ്. അടിപൊളി ഫുഡാണ്. ഞാൻ കഴിഞ്ഞിടക്കാണ് അവിടുന്ന് ആദ്യമായിട്ട് കാളാഞ്ചി കഴിക്കുന്ന. ഞാൻ സ്വത്തുമായിട്ടാണ് പോയി കഴിച്ചത് കേട്ടോ. ഞാനുള്ളതുപോലെ പറയും, അതുപോലെ പറയും. ആണെങ്കിൽ ആണെന്ന് പറഞ്ഞോന്ന് ഞാൻ പറയാം. എനിക്കും സ്വത്തിനും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കഴിച്ചിട്ട് അടിപൊളിയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അപ്പൊ എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയ അതുകൊണ്ട് ഞാനിവിടെ തന്ന വീട്ടുകാരായിട്ട് എന്തായാലും ഇപ്പൊ പൈസ കിട്ടിയില്ല. അപ്പൊ വീട്ടുകാരായിട്ടൊന്ന് പോയി ഒന്ന് ചില്ലിയാ ഫുഡ് കഴിക്കാന്ന് ഓർത്ത്. എന്തായാലും കേസ് അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം. ഇപ്പൊ ഇതാണ് ആലപ്പി കളക്ടറേറ്റ് ജംഗ്ഷൻ കേട്ടോ. ജംഗ്ഷന്റെ അവിടെ നമ്മൾ റൈറ്റ് എടുക്കണം. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ എന്നെ താങ്ക്സ് പറയും കുറച്ചാൾ കഴിയുമ്പോ. അതുകൊണ്ടാണ്. ഓക്കെ, അമ്മ അടിപൊളി ഫുഡാണ്. ഞാൻ കാര്യം സീരിയസ്ലി പറഞ്ഞ അടിപൊളി. ഇതാണ് നമ്മുടെ കളക്ടറേറ്റ്. ഓക്കെ, അതിനിപ്പോ എന്താ, നല്ല ഫുഡാണെങ്കിൽ നമ്മൾ നല്ല പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യാം. അത്ര ഇതാണ് കട. ഒരു മിനിറ്റ്, ഇത് കണ്ട അരവല എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് എടുക്കും. ലെഫ്റ്റിലോട്ട് ഓടി. രണ്ട് പപ്പികള്. ഓ ആന്നേ, നല്ല രസമുണ്ട് കാണാൻ. ഡോഗി. അല്ല, ഇത് കണ്ടോ, ഷെയ്ഡൊക്കെ കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ.
അത് പുറകെ പറ്റുന്നു. ആ നല്ല രസമുണ്ട് കാണാൻ കണ്ട. എല്ലാത്തിനും പിടിച്ച് ബ്ലോഗ് ഇട്ടേക്കുക കേട്ടാ. ഇന്ന് എല്ലാരും പിടിച്ച് ബ്ലോഗ് ഇട്ടേക്കുക. എവിടെ ഇരിക്കണം? എവിടെ ഇരിക്കണം? ഞാൻ ഇവിടുത്തെ കാമാഞ്ചി അടിപൊളിയാന്ന് പറഞ്ഞ് വീട്ടുകാരെയൊക്കെ ഹൈപ്പ് കൊടുത്ത് കൊണ്ടുവന്നിരിക്കുക. ഞാനിവിടെ ഒന്നൊന്നര ഹൈപ്പൊക്കെ കൊടുത്താ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടാ. അമ്മ എന്നിട്ട് അവിടെ നിന്ന് എന്നെ കളിയാക്കുന്നത് ഇവൻ പറയുന്ന മീനല്ലേ എന്നൊക്കെ. അമ്മ അതേ ട്രസ്റ്റ് മീ ഇത് അടിപൊളിയായിരിക്കും. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നമ്മ ഒരു വട്ടം ഞാൻ കളഞ്ഞിരിക്കുകയാണ്. അതെനിക്കറിയത്തില്ല ഏത് മീനാണെന്ന്. എന്തൊരു മീനാ ചുമ്മാ അടിച്ചാണെന്ന് തോന്നുന്നു. അല്ല കടൽ മീനാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനത് ഒരു വട്ടം വന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പിച്ച് ഒരാഴ്ചയിൽ 4 വട്ടമൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ട്. ഇത് കോസ്റ്റ്ലി ഫിഷ് അന്നേരം. പക്ഷെ സംഭവം വെറുത്താട്ടോ അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് എന്തായാലും അമ്മയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഒക്കെ ടേസ്റ്റ് അറിയാവേ. ഈ ഫിഷാ ഈ മീന ഇതാണ്. അപ്പൊ മീൻ്റെ ലുക്ക് വെച്ചിട്ടാണോ ടേസ്റ്റ് ഇളക്കുന്നത്? അടിപൊളിയായിരിക്കും. കണ്ടു ഗൈസ്, ഈ ബ്രോ നമ്മുടെ സബ്സ്ക്രൈബറാണ്. ഇത്ര കിട്ടും. താങ്ക് യു ബ്രോ. ഞാനിപ്പോൾ പറഞ്ഞേട്ടാ നിങ്ങൾ വിചാരിക്കും ഞാൻ പറയുന്ന വല്ല ക്യാഷ് വാങ്ങിയിട്ട് വന്നേച്ചും പറയുവാണ്. പക്ഷെ അങ്ങനെയല്ല. ഇവിടുത്തെ പുളിശ്ശേരി ഉണ്ടല്ലോ അത് പൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമാണ്. എനിക്ക് പൊതുവെ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നൈസാണ്. എങ്ങനെയുണ്ടമ്മ പുളിശ്ശേരി? നൈസല്ലേ? മധുരം ഇല്ല അല്ല അടിപൊളിയില്ലേ? ഓ ഇനി കാളാഞ്ചി കൂടെ വരണ കഴിച്ചു. അപ്പോഴാണ് നമ്മൾ തൃപ്തി അടയാൻ പോകുന്നത്. ഇപ്പൊ ഒരു കാളാഞ്ചി. ഇതാണ് നമ്മൾ ഹൈപ്പ് എടുത്തുകൊണ്ട് വന്ന ഫിഷ് കേട്ടാ. ഓ ഇന്ന് ഉപ്പുമുളകൊന്നും പറയത്തില്ലല്ലോ അല്ലേ? ഞാൻ വൻ ഹൈപ്പ് കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു. എടുത്തമ്മ കഴിച്ചു നോക്ക് ഗൈസ്. നമ്മൾ ലൈവായിട്ട് റിയാക്ഷൻ കാണിക്കാൻ പോവാം അമ്മയുടെ. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ലൈവ് ആയിരിക്കത്തില്ല, കാരണം ലൈവ് അല്ലല്ലോ. കഴിക്കും. ഏതെങ്കിലും ഒരു ഫിഷ് എടുത്ത് ഇങ്ങനെ എടുത്ത് കഴിച്ചു നോക്കും. നല്ലല്ലേ അമ്മ? കഴിച്ചു നോക്കി. കുഴപ്പമില്ല. കഴിച്ചു നോക്കാം. ഇപ്പൊ കഴിച്ചു. ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ പോയി. ഇത് കഴിഞ്ഞ് ഞാൻ കഴിക്കട്ടെ. ഇതങ്ങൊരു പിടിക്കണ കഴിച്ചു. പൊളിയായിരിക്കും. പൊളി കണ്ട. ഇനി ഒരു രക്ഷയില്ല. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാം. നോക്കാം. ചേച്ചി വന്നില്ലല്ലോ കഴിച്ചു. അതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടി ഒരു കേരക്കറിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. മധുരം നമ്മളെടുക്കേ ഷുഗറായിട്ട് ഇതേ മധുരമൊക്കെ കഴിക്കുന്നു കഴിച്ചു. അമ്മ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? കൊള്ളാം. ഞാൻ വിചാരിച്ചു ഞാൻ ഈ വലിയ മീൻ എന്താ പറയുക ഉളുമ്പാണ് എൻ്റെ മനസ്സിൽ. ഞാനതാ ചോദിച്ച കായൽ മീനാണല്ലോ. പക്ഷെ സൂപ്പറാ. അത് മാത്രമായിട്ടും കഴിക്കാം. അത് തന്നെ. അല്ലാണ്ട് കുറെ കഴിച്ചു. ഇത് ഞങ്ങൾ 4 പേരുണ്ടായിട്ട് ആ ഫിഷ് ഞാനും സ്വത്തും കൂടെ വന്നേച്ച് ആ ഫിഷ് ഇല്ലേ ഞാനും അവളും മാത്രം കഴിക്കും. അറിയാവോ? നിങ്ങളൊന്നും വാങ്ങിക്കത്തില്ല. അത് മാത്രമല്ല അത് മാത്രമേ കഴിക്കുന്നുള്ളൂ. നമ്മള് ഫുഡ് ചോറ് അതിന്റെ കൂട്ടത്തിൽ കഴിച്ചില്ലേ? പൈനാപ്പിൾ ആയിട്ടുള്ള മറ്റേ പുളിശ്ശേരി സൂപ്പറാ. കണ്ട ഗൈസ്. പക്ഷെ കണ്ടാലൊരു ചെറിയ കടയാണ്. പക്ഷെ അതാ ഗൈസ് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കടയാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അടിപൊളി ടേസ്റ്റി ഫുഡ് ഉണ്ടെന്ന് ഇവിടെ അറിയാവുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയാം പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒരു വട്ടം ഒന്ന് കഴിച്ചു നോക്ക്. എന്നിട്ട് താങ്ക് മീ ലേറ്റർ. അത്രേ ഉള്ളൂ. എവിടെയെല്ലാം പോയിരിക്കും എന്തുമാത്രം വലിയ വലിയ കടകളിൽ. പക്ഷെ നല്ല അടിപൊളി ഫുഡ്. നൈസായിരുന്നു. മീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനും നല്ല അതിന്റെ ഗ്രേവിയൊക്കെ സൂപ്പർ. ഇനി ഇതേപോലെ പ്രോഫിറ്റ് ഒക്കെ അടിക്കട്ടെ. നമുക്ക് വേറെ സ്ഥലത്ത് പോയി ഇനി ഇതേപോലെ കഴിക്കാം. ആണെന്ന് തോന്നണമെന്നല്ല ആണ്. ഇവൻ വീണ്ടും വന്നു കേട്ടാ. നല്ല രസമുണ്ട് കേട്ടോ ഇവനെ കാണാൻ. ക്യൂട്ടി. ഈ പട്ടിനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോരാം. സോറി ബ്രോ.